ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് 4ൻ്റെ മാത്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവർ പോയി കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ബാക്കി പോർഷൻ നോക്കാം. മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ പഞ്ചായത്ത് അയൻമൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാലിന് ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ദർ വെർ 21 ബോക്സ്. എത്ര ബോക്സ് ആണ്? 21 ബോക്സ് ആണ് പഞ്ചായത്ത് കൊടുത്തത്. വിത്ത് ഹാഫ് എ ഡോസൺ ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ്. ഈച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ബോക്സിലും ഈ 21 ബോക്സ് ഉണ്ട്. അതിൽ ഓരോ ബോക്സിലും എന്തുണ്ട്? ഹാഫ് എ ഡോസൺ ഗ്ലാസ്. ഡോസൺ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇപ്പോഴത്തെ പിക്ചറിൽ നോക്കിക്കേ, നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1 ഡോസൺ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ഹാഫ് ഡോസൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12ൻ്റെ ഹാഫ് എത്രയാണ്? 6 അല്ലേ? അന്നപ്പം 21 ബോക്സിലും ഓരോന്നിൽ എത്രയുണ്ട്? 6 ഗ്ലാസ് ഉണ്ട്. ഹൗ മെനി ഗ്ലാസ് ഡിഡ് ദി സ്കൂൾ ഗെറ്റ്? അപ്പോൾ എത്ര ഗ്ലാസ് ആണ് സ്കൂളിന് കിട്ടുക? എത്രയാണ്? 21 പെട്ടികളിൽ 6 ഗ്ലാസ്സുകളായിട്ടാണുള്ളത്. ഒരു പെട്ടിയിൽ 6 ഉണ്ട്, രണ്ടാമത്തെ പെട്ടിയിൽ 6 ഉണ്ട്, മൂന്നാമത്തെ പെട്ടിയിൽ 6 ഗ്ലാസ് ഉണ്ട്. അങ്ങനെ 21 പെട്ടികളിലും 6 ഗ്ലാസ് ആണ് ഉള്ളത്. അതായത് 21 പ്രാവശ്യം 6 അല്ലേ? അതായത് 21 ഗുണിക്കണം 6. എത്ര ഗ്ലാസ് ആണ് അവിടെ കിട്ടിയിട്ടുണ്ടാവുക? 21 ഗുണിക്കണം 6. അതൊന്ന് ചെയ്ത് നോക്കിക്കേ. ആദ്യം 1 ഗുണിക്കണം 6 നമുക്ക് 6 എന്ന് കിട്ടും. പിന്നെ 2 ഗുണിക്കണം 6 12 എന്ന് കിട്ടും. അപ്പോൾ 126 ഗ്ലാസ് ആണ് ഗ്രാമപഞ്ചായത്ത് നമുക്ക് സ്കൂളിൽ കൊടുത്തത്. ഹൗ ഐ കാൽക്കുലേറ്റഡ്. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 21നെ 6 കൊണ്ട് ഗുണിച്ചിട്ടാണല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് 9 ബോക്സസ് വിത്ത് 1 ഡോസൺ ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ് ടു പുരവണം സ്കൂൾ. ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ? എന്താ പറഞ്ഞത്? ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് 9 ബോക്സസ്. ഗ്രാമപഞ്ചായത്ത് എത്ര കൊടുത്തത്? 9 ബോക്സുകൾ കൊടുത്തു. വിത്ത് 1 ഡോസൺ ഗ്ലാസ്. ഒരു ഡോസൺ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 12 എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 9 ബോക്സ് ഉണ്ട്, ഓരോന്നിലും 1 ഡോസൺ ഗ്ലാസ് ഉണ്ട്. അതായത് ഓരോന്നിലും 12 എണ്ണം ഉണ്ട്. ഈച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ബോക്സിലും. ടു പുരവണം സ്കൂൾ. പുരവണം സ്കൂളിനാണ് ഇത് ഗ്രാമപഞ്ചായത്ത് കൊടുത്തത്. ഇനി നമ്മുടെ ചോദ്യം, ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ? എത്ര ഗ്ലാസസ് ആണ് അപ്പോൾ അവർക്ക് കിട്ടുക? 9 ബോക്സ് ഉണ്ട്. ഒന്നാമത്തെ ബോക്സിൽ 12 ഉണ്ട്, രണ്ടാമത്തെ ബോക്സിൽ 12, മൂന്നാമത്തെ ബോക്സിൽ 12. അങ്ങനെ 9 ബോക്സുകളിലും 12 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം? 9 12കൾ. 9 പ്രാവശ്യം 12 ഇല്ലേ? അതായത് 9 ഗുണിക്കണം 12. ചെയ്ത് നോക്കിക്കേ. 2 ഗുണിക്കണം 9 എന്ന് എഴുതുക. ആദ്യം നമ്മൾ 2 ഗുണിക്കണം 9 എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. അതിൽ 8 എഴുതി 1 മുകളിലേക്ക് എഴുതുക. 1 ഗുണിക്കണം 9 എത്രയാണ്? 9 തന്നെയാണ്. ഈ 9നോട് നമ്മൾ മുകളിലേക്ക് എഴുതിയ 1 കൂട്ടുക. അപ്പോൾ 10 എന്ന് താഴേക്ക് എഴുതുക. നമുക്ക് 108 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ 108 ഗ്ലാസ് ആണ് ഗ്രാമപഞ്ചായത്ത് സ്കൂളിന് കൊടുത്തത്. അടുത്തത്, ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് ന്യൂ ഡെസ്ക് ആൻഡ് ചെയർസ് ടു മിത്ര സ്കൂൾ. മിത്രൻ്റെ സ്കൂളിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റ് ചെയ്തു. എന്താ ഡൊണേറ്റ്? എന്താണ് ദാനം ചെയ്തത്? ന്യൂ ഡെസ്ക് ആൻഡ് ചെയർസ്. പുതിയ ഡെസ്കുകളും ചെയറുകളുമാണ് കൊടുത്തത്. ദർ വെർ 4 ചെയർസ് ഫോർ ഈച്ച് ഡെസ്ക്. ഈച്ച് ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡെസ്കിനും എത്ര ചെയറാണ്? 4 ചെയർ വീതമാണ് കൊടുത്തത്. ഒരു ഡെസ്ക് ആണെങ്കിൽ അതിന് 4 ചെയർ ഉണ്ട്. ആ ഒരു രീതിക്കാണ് കൊടുത്തത്. ദ നമ്പർ ഓഫ് ഡെസ്ക് ഗിവൺ ടു ഈച്ച് ക്ലാസ് ഈസ് ഗിവൺ ബിലോ. അങ്ങനെ ഓരോ ക്ലാസ്സിനും എത്ര ഡെസ്ക് ആണ് കൊടുത്തതെന്ന് താഴെ തന്നിട്ടുണ്ട്. ഹൗ മെനി ഡെസ്ക് ആൻഡ് ചെയർസ് വെർ ഗിവൺ ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഈ സ്കൂളിന് എത്ര ചെയറും എത്ര ഡെസ്കും ആണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റ് ചെയ്തത്, കൊടുത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. സോ നമുക്ക് നോക്കാം. ടേബിൾ നോക്കിക്കേ. ഓരോ ക്ലാസ്സിനും എത്ര ഡെസ്ക് ആണ് കൊടുത്തത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം ക്ലാസ് 1 നോക്കാം. അവിടെ 8 ഡെസ്കുകളാണ് കൊടുത്തത്.
ചെയറിൻ്റെ എണ്ണം അവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം ഓരോ ഡെസ്കിനും 4 ചെയർ വീതമാണ് കൊടുത്തത് എന്നില്ലേ. ഒരു ഡെസ്ക് ആണെങ്കിൽ എത്ര ചെയർ ഉണ്ടാവും? അവിടെ 4 ചെയർ ഉണ്ടാവും. 2 ഡെസ്ക് ആണുള്ളതെങ്കിലോ 2 പ്രാവശ്യം 4 ചെയർ ഉണ്ടാവും അല്ലേ. അതായത് 2 ഗുണിക്കണം 4, അവിടെ അത്ര ചെയർ ആണ് ഉണ്ടാവുക. ഇനി 3 ഡെസ്ക് ആണെങ്കിലോ 3 പ്രാവശ്യം 4, ഓരോ ഡെസ്കിന് 4, ഒന്നാമത്തെ ഡെസ്കിന് 4, രണ്ടാമത്തെ ഡെസ്കിന് 4, മൂന്നാമത്തെ ഡെസ്കിന് 4, അങ്ങനെ 3 പ്രാവശ്യം 4 ചെയർ ഉണ്ടാവും. അതായത് 3 ഗുണിക്കണം 4. നമ്മളോട് പറഞ്ഞത് 1-ാം ക്ലാസ്സിന് 8 ഡെസ്ക് ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ 8 ഗുണിക്കണം 4 ചെയർ അവിടെ ഇല്ലേ. അതായത് 8 ഗുണിക്കണം 4 എത്രയാണ്? 32 ചെയർ ഉണ്ട് അവിടെ. അപ്പോൾ 8 ഡെസ്കും 32 ചെയറുമാണ് 1-ാം ക്ലാസ്സിനുള്ളത്. 2-ാം ക്ലാസ്സിൻ്റെ നോക്കിക്കേ, എത്ര ഡെസ്ക് ഉണ്ട് അവിടെ? 7 ഡെസ്ക് ആണ് കൊടുത്തത്. അപ്പോൾ 7 ഡെസ്ക് ആകുമ്പോൾ എത്ര ചെയർ ഉണ്ടാവും? 7 ഗുണിക്കണം 4 ചെയർ ഉണ്ടാവും. 7 ഗുണിക്കണം 4 എത്രയാണ്? 28 ചെയർ ആണ്. ഇനി 3-ാം ക്ലാസ്സിന് 9 ഡെസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയറിൻ്റെ എണ്ണം 9 ഗുണിക്കണം 4 എത്രയാ വരിക? 36 ചെയർ എന്ന് വരും. ഇനി 4-ാം ക്ലാസ്സിന് 5 ഡെസ്ക് ആണുള്ളത്. എത്ര ചെയർ ഉണ്ട്? 5 ഗുണിക്കണം 4, അതായത് 20 ചെയർ ആണുള്ളത്. നമ്മളടുത്ത് ഇനി ചോദിച്ചത് ഹൗ മെനി ഇൻ ഓൾ, മൊത്തത്തിൽ എത്രയാണെന്നാണ്. അവിടെ ഡെസ്ക് എത്രയാണ് മൊത്തത്തിൽ ഡെസ്ക് ഉള്ളത്? ഡെസ്കിൻ്റെ എണ്ണം നമുക്ക് ഇവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെയും ടോട്ടൽ മൊത്തത്തിൽ എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സിൻ്റെതും നമ്മൾ കൂട്ടിയാൽ മതി. അതായത് 8 കൂട്ടണം 7 കൂട്ടണം 9 കൂട്ടണം 5 എത്രയാ? 29 എന്ന് കിട്ടും. സോ ഇവിടെ മുഴുവനായിട്ട് 29 ഡെസ്ക് ആണുള്ളത്. ഇനി എത്ര ചെയർ ആണുള്ളത്? നേരത്തെ നമ്മൾ ഓരോ ക്ലാസ്സിലും എത്ര ചെയർ ആണെന്ന് കണ്ടുപിടിച്ചിരുന്നു. അതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 32 കൂട്ടണം 28 കൂട്ടണം 36 കൂട്ടണം 20, അങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. അല്ലെങ്കിൽ ഇവിടെ 29 ഡെസ്ക് അല്ലേ ഉള്ളത്. ഓരോ ഡെസ്കിനും 4 അല്ലേ. അതായത് 29 ഡെസ്കിന് എത്രയാണ് ഉണ്ടാവുക? 29 ഗുണിക്കണം 4, അത് രണ്ടും സെയിം ഒന്ന് തന്നെയാണ് ഉത്തരം വരിക. നമുക്ക് 116 എന്ന് കിട്ടും. ഇവിടെ 116 ചെയറുകളാണുള്ളത്. ഹൗ ഐ കാൽക്കുലേറ്റഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ ടോട്ടൽ ഡെസ്കിൻ്റെതെല്ലാം കൂട്ടി എന്നിട്ട് നമുക്ക് 29 എന്ന് കിട്ടി. 29 ഗുണിക്കണം 4 എന്ന് ചെയ്തു. അപ്പോൾ നമുക്ക് 116 എന്നും കിട്ടി. ഇനി if 5 chairs are to be arranged with every desk, how many chairs are needed? How do we calculated? മുകളിൽ പറഞ്ഞത് ഓരോ ഡെസ്കിനും 4 ചെയർ ആണെന്നല്ലേ. ഇവിടെ പറയാണ് ഓരോ ഡെസ്കിനും 5 ചെയർ ആണെങ്കിലോ എത്ര ചെയർ ആണ് ഉണ്ടാവുക? ഓരോ ഡെസ്കിനും 5 ചെയർ ആണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് 29 ഡെസ്ക് ആണ് സ്കൂളിന് കൊടുത്തതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര ചെയറുകൾ ഉണ്ടാവും ടോട്ടലായിട്ട്? 29 ഗുണിക്കണം 5 എന്ന് ചെയ്യുക. തൊട്ട് മുകളിൽ നമ്മൾ 29 ഗുണിക്കണം 4 എന്ന് ചെയ്തില്ലേ. അത് 4 ചെയർ ആയപ്പോൾ ഓരോ ഡെസ്കിനും ഇവിടെ ഓരോ ഡെസ്കിനും 5 ചെയറാണ്. അതുകൊണ്ട് 29 പ്രാവശ്യം 5 ചെയർ ഉണ്ടാവും. 29 ഗുണിക്കണം 5 എന്ന് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കിട്ടും ഉത്തരം? ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം 29 ഗുണിക്കണം 5, 9 ഗുണിക്കണം 5 എത്രയാണ്? 45 ആണല്ലേ. 5 നേടി 4 മുകളിലേക്ക് മാറ്റി എഴുതും. എന്നിട്ട് 2 ഗുണിക്കണം 5 10 എന്ന് കിട്ടും. ഈ 10നോട് നമ്മൾ മാറ്റി എഴുതി വെച്ച 4 കൂട്ടും. അപ്പോൾ നമുക്ക് 145 എന്ന് കിട്ടും. എത്ര ചെയർ ആണ് ഇവിടെ ടോട്ടൽ ആയിട്ടുള്ളത്? 145 ചെയർ ആണുള്ളത്. ഹൗ ഐ കാൽക്കുലേറ്റഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 29 ഗുണിക്കണം 5 എന്ന്. അങ്ങനെയാണ് നമുക്ക് 145 ചെയർ ആണുള്ളതെന്ന് കിട്ടിയത്. ഇനി നമ്മളെടുത്ത് പറഞ്ഞത് താഴെ തന്നിട്ടുള്ള ഈ പാറ്റേണ് താഴേക്ക് എഴുതാനാണ്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്താണ്. എന്നിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണെന്ന് നമുക്കിത് താഴേക്ക് എഴുതി നോക്കാം. ആദ്യത്തേത് 1 ഗുണിക്കണം 9 പ്ലസ് 1 = 10 ആണ് കിട്ടിയത്. 1 ഗുണിക്കണം 9 9 9നോട് 1 കൂട്ടുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. 2 ഗുണിക്കണം 9 18 ആണ്. 18നോട് 2 കൂട്ടിയാൽ 20 കിട്ടി. 3 ഗുണിക്കണം 9 27 ആണ്. 27നോട് 3 കൂട്ടിയാൽ 30 കിട്ടി. ഇനി അടുത്തത് പാറ്റേൺ എന്താ വരിക? 4 ഗുണിക്കണം 9 കൂട്ടണം 4 = 40 എന്ന് വരും.
ഇവിടെ നമ്മൾ എല്ലാ നമ്പറിനെയും എന്താണ് 9 ഗുണിക്കുന്നത്. ഇത് 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് രണ്ടാമത് നമ്മൾ കൂട്ടുന്നത് ഏത് നമ്പറുമായിട്ടാണോ നമ്മൾ 9നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറാണ് നമ്മൾ കൂട്ടുന്നത്. ഇപ്പം 5 കൊണ്ടാണ് 9നെ മൾട്ടിപ്ലൈ ഗുണിക്കുന്നതെങ്കിൽ 5 ഗുണിക്കണം 9 എന്നാണെങ്കിൽ നമ്മൾ അതിനോട് കൂട്ടുന്നത് എന്താണ്? 5 കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ഏതാണോ ഈ നമ്പർ കൂട്ടുന്ന നമ്പർ അതിനോടൊരു 0 കൂട്ടി ചേർത്താൽ അതാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഗുണിക്കണം 9 നോക്കിക്കേ. ഗുണിക്കണം 9 എന്നാണെങ്കിൽ ഇതിനോട് കൂട്ടേണ്ടത് 9നെ ഏത് നമ്പറായിട്ടാണ് നമ്മൾ ഗുണിച്ചത്? യുമായിട്ടാണ്. സോ അതിനെ യോട് കൂട്ടുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ആ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു 0 ഇട്ടെടുത്താൽ നമുക്ക് ഉത്തരം 70 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരങ്ങളൊക്കെ നോക്കിക്കേ. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഇതൊക്കെ എന്താണ്? 10ൻ്റെ ഗുണനപ്പട്ടികയല്ലേ? അവിടെ എഴുതി കൊടുക്കുക. ഓൾ ദി ആൻസേഴ്സ് ആർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 10. 10ൻ്റെ ഗുണനമാണ് എല്ലാ ഉത്തരങ്ങളും. ഇനി താഴെ നമ്മളടുത്ത് ചോദിക്കുകയാണ് യൂസിങ് ദിസ് നമ്പർ പാറ്റേൺ. ഈ ഒരു നമ്മളിപ്പോൾ എഴുതിയ പാറ്റേൺ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ദി ഫോളോയിങ് താഴെ തന്നിട്ടുള്ളത് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് ഇത് നോക്കിക്കേ. 15 ഗുണിക്കണം 9 കൂട്ടണം 15 എന്നാണ് തന്നത്. അതായത് 15നെയാണ് നമ്മളിവിടെ 9 ഗുണിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇതിനോട് കൂട്ടുന്നതും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 15 എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇപ്പുറത്തൊരു 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 150 എന്ന് ഉത്തരം കിട്ടും. 43 ഗുണിക്കണം 9. 43 9നെ ഗുണിക്കുന്നത്. കൂട്ടണം 43. 43നോട് എന്നെ കൂട്ടുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 43 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കുക. 430 ഉത്തരം കിട്ടും. അടുത്തത് 78 ഗുണിക്കണം 9 കൂട്ടണം 78. എന്ത് കിട്ടും നമുക്ക്? 78 സൈഡിലൊരു 0 ഇട്ട് കൊടുക്കുക. 780 എന്ന് കിട്ടും. അവിടെ സ്വന്തമായിട്ട് നമ്മളെടുത്ത് ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. നമുക്ക് എത്ര എടുക്കാം? 35 എന്ന് എടുക്കാം. 35 എന്ന് എടുക്കുമ്പോൾ നോക്കിക്കേ. 35 ഗുണിക്കണം 9 എന്ന് ചെയ്യണം. എന്നിട്ട് എന്തുമായിട്ടാണ്? 35 കൂട്ടണം. എന്നിട്ട് നമ്മുടെ കിട്ടുന്ന ഉത്തരം 35 ഒരു 0 ആഡ് ചെയ്യുക. അതായത് 350 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ? ഇനി നമ്മളെടുത്ത് പറയാണ് ഫൈൻഡ് ഔട്ട് ഈസി വേ. നല്ല എളുപ്പമുള്ളൊരു വഴി കണ്ടുപിടിക്കാൻ. എന്തിന്? ടു മൾട്ടിപ്ലൈ ബൈ 10. 10 ഗുണിക്കാനും ആൻഡ് 20 ഗുണിക്കുമ്പോഴുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമുള്ള വഴി എന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 10 ഗുണിക്കുമ്പോഴാണ് നോക്കുന്നത്. 10 ഗുണിക്കണം 10 എത്രയാണ്? 100. 11 ഗുണിക്കണം 10 110. 13 ഗുണിക്കണം 10 എത്രയായിരിക്കും വരിക? 13നോടൊരു 0 കൂട്ടിയാൽ മതി. 130. 16 ഗുണിക്കണം 10. 16 എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. 19 ഗുണിക്കണം 10 190. 19 എഴുതിയിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. താഴേക്ക് നമുക്ക് ഈ പാറ്റേൺ ഒന്ന് എഴുതാം. 20 ഗുണിക്കണം 10 എത്രയാണ്? 20നോടൊരു 0 കൂട്ടുക. 200. 21 ഗുണിക്കണം 10 21നോടൊരു 0 ചേർക്കുക. 210. 22 ഗുണിക്കണം 10 220. 23 ഗുണിക്കണം 10 230. അങ്ങനെ താഴേക്ക് എഴുതി പോവാം. ഇനി അടുത്ത ബോക്സിലുള്ള നോക്കിക്കേ. 20 ഗുണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എങ്ങനെ വരും? ചോദിച്ചത് 10 ഗുണിക്കണം 20. ആദ്യം നിങ്ങൾ 0 ഇല്ലാതെ ഗുണിക്കുക. അതായത് 1 ഗുണിക്കണം 2 എന്ന് കിട്ടും. 2 എന്ന് അവിടെ എഴുതുക. എന്നിട്ട് ഇവിടെ എത്ര 0 ഉണ്ട്? 10ൻ്റെ ഒരു 0 ഉണ്ട്, 20ൻ്റെ ഒരു 0 ഉണ്ട്. സോ 2 കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുക്കുക. 200. 10 ഗുണിക്കണം 20 എന്ന് പറഞ്ഞാൽ 200 ഉത്തരം. ഇനി അടുത്തത് 11 ഗുണിക്കണം 20. അത് 0 ഇല്ലാതെ എഴുതുക. 11 ഗുണിക്കണം 2 എത്രയാണ്? 22. സോ ഇവിടെ ചോദ്യത്തിൽ ഒരു 0 ഉള്ളൂ. സോ 22 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. 220 എന്ന് ഉത്തരം കിട്ടും. അടുത്തത് 13 ഗുണിക്കണം 20 എത്രയാണ്? 13 ഗുണിക്കണം 2 എന്ന് ചെയ്യുക. 26 എന്ന് കിട്ടും. എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി 16 ഗുണിക്കണം 20. 16 ഗുണിക്കണം 2 എന്ന് മാത്രം ചെയ്യുക. 32 എന്ന് കിട്ടും. എന്നിട്ട് അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 320. 19 ഗുണിക്കണം 20. ആദ്യം നിങ്ങൾ 19 ഗുണിക്കണം 2 മാത്രം ചെയ്യുക.
8 കിട്ടും. എന്നിട്ട് ഒരു 0 കൂടി കൂട്ടിച്ചേർക്കാം. 380 എന്നാണ് ഉത്തരം. ഇനി നമുക്ക് താഴേക്ക് ഈ പാറ്റേൺ എഴുതി നോക്കാം. 20 ഗുണിക്കണം 20 എത്രയാണ്? ആദ്യം 2 ഗുണിക്കണം 2 ചെയ്യുക, 4 കിട്ടും. എന്നിട്ട് നമ്മുടെ ചോദ്യത്തിൽ 2 പൂജ്യം ഉണ്ടല്ലേ, ആ 2 പൂജ്യം അവിടെ എഴുതുക. 400 ഉത്തരം. 21 ഗുണിക്കണം 20 ആദ്യം 0 ഇല്ലാതെ 21 ഗുണിക്കണം 2 ചെയ്യുക, 42 കിട്ടും. ചോദ്യത്തിൽ ഒരു പൂജ്യമേ ഉള്ളൂ, ഒരു പൂജ്യം എഴുതുക, 420 ഉത്തരം. 22 ഗുണിക്കണം 20 ആദ്യം 22 ഗുണിക്കണം 2 ചെയ്യുക, 44 കിട്ടും. ഉത്തരം 440. അടുത്തത് 23 ഗുണിക്കണം 20 460 കിട്ടും. മൂന്നാമത്തെ ബോക്സ് നോക്കിക്കേ. ആദ്യം 10 ഗുണിക്കണം 10 എത്രയാ? 1 ഗുണിക്കണം 1 1 പിന്നെ നമ്മൾ 2 പൂജ്യം ഇട്ട് കൊടുക്കുക, 100. 20 ഗുണിക്കണം 20 ആദ്യം 2 ഗുണിക്കണം 2 ചെയ്യുക, 4 കിട്ടും. 2 പൂജ്യം 400. 3 ഗുണിക്കണം 3 9 2 പൂജ്യം ഇട്ട് കൊടുക്കുക, 900. 40 ഗുണിക്കണം 40 ആദ്യം 4 ഗുണിക്കണം 4 ചെയ്യുക, 16 2 പൂജ്യം ഇട്ട് കൊടുക്കുക, 1400. 50 ഗുണിക്കണം 50 ആദ്യം 5 ഗുണിക്കണം 5 25 ചെയ്യുക, 2 പൂജ്യം ആഡ് ചെയ്യുക, 2500 കിട്ടും. ഇനി താഴേക്ക് നമ്മളടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അടുത്തത് 60 ഗുണിക്കണം 60 വരും. എത്രയാണ്? 6 ഗുണിക്കണം 6 36 2 പൂജ്യം 3600 വരും. 70 ഗുണിക്കണം 70 ഗുണിക്കണം 70 ആദ്യം നിങ്ങൾ 7 ഗുണിക്കണം 7 ചെയ്യുക, 42 എന്നിട്ട് 2 പൂജ്യം ഇട്ട് കൊടുക്കുക, 4200. ഇനി 8 ഗുണിക്കണം 80 ഗുണിക്കണം 80 ചെയ്യുക, എത്ര കിട്ടും? 6400 കിട്ടും. ഇനി 90 ഗുണിക്കണം 90 എത്രയാണ്? 9 ഗുണിക്കണം 9 ആദ്യം ചെയ്യുക, 81 കിട്ടും. എന്നിട്ട് ചോദ്യത്തിൽ 2 പൂജ്യമാണുള്ളത്, 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക, 8100 ഉത്തരം. ഇനി ഇതുപോലെ ഫൈൻഡ് ഔട്ട് ഹൗ വി ക്യാൻ മൾട്ടിപ്ലൈ ബൈ 30 40 ആൻഡ് 50 30 40 50 എങ്ങനെ ഗുണിക്കാം എന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞത്. സോ 30 കൊണ്ടും 40 കൊണ്ടും 50 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എഴുതി നോക്കുക. അടുത്തത് നമുക്കിവിടെ പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനാണ്. ഒന്നാമത്തെ ബോക്സ് നോക്കിക്കേ. 1 ഗുണിക്കണം 8 ഈസിക്കൽ ടു 8 2 ഗുണിക്കണം 8 ഈസിക്കൽ ടു 16. ഇത് എന്താണ്? 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. ഇത് നമുക്ക് താഴേക്ക് എഴുതി കൊടുക്കാം. 3 ഗുണിക്കണം 8 24 4 ഗുണിക്കണം 8 32 5 ഗുണിക്കണം 8 ഈസിക്കൽ ടു 40 6 ഗുണിക്കണം 8 48 7 ഗുണിക്കണം 8 56 8 ഗുണിക്കണം 8 64 9 ഗുണിക്കണം 8 72 10 ഗുണിക്കണം 8 80. ഇനി റൈറ്റ് സൈഡിലുള്ള ബോക്സ് നോക്കിക്കേ. അത് 6ൻ്റെ ഗുണന പട്ടികയാണ്. 1 ഗുണിക്കണം 6 6ആണ്. 2 ഗുണിക്കണം 6 12 3 ഗുണിക്കണം 6 18 4 ഗുണിക്കണം 6 24 5 ഗുണിക്കണം 6 30 6 ഗുണിക്കണം 6 36 7 ഗുണിക്കണം 6 42 8 ഗുണിക്കണം 6 48 9 ഗുണിക്കണം 6 54 10 ഗുണിക്കണം 6 60 എന്നുള്ളത്. ഇനി നടുവിലേക്ക് നോക്കിക്കേ. അത് 14ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അതും താഴേക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. 10 ഗുണിക്കണം 14 140 വരെ എഴുതിയിട്ടുണ്ട്. നമ്മളെടുത്ത് പറയാണ് ഈ 8ൻ്റെ ഗുണന പട്ടികയും 6ൻ്റെ ഗുണന പട്ടികയും തമ്മിൽ അതുമായിട്ട് 14ൻ്റെ ഗുണന പട്ടികയ്ക്ക് ഒരു ബന്ധമുണ്ടെന്ന് പറയാണ്. എന്താണ് ബന്ധം? 8ൻ്റെ ഗുണന പട്ടികയോട് 6ൻ്റെ ഗുണന പട്ടിക കൂട്ടിയാൽ നമുക്ക് 14ൻ്റെ ഗുണന പട്ടിക കിട്ടും. അതായത് ഇവിടെയുള്ള ഫസ്റ്റത്തെ ഈ 8ഉം 6ഉം കൂട്ടിയാൽ നമുക്ക് 14 കിട്ടും. അതുപോലെ രണ്ടാമത്തെ നോക്കിക്കേ. അതായത് 2 ഗുണിക്കണം 8 എന്ന് പറയുന്ന 16 എടുക്കുക. 2 ഗുണിക്കണം 6 എന്ന് പറയുന്ന 12 എടുക്കുക. 16 കൂട്ടണം 12 എത്ര കിട്ടും? 28 എന്നല്ലേ? അതല്ലേ 2 ഗുണിക്കണം 14 എന്ന് എഴുതിയത്? അതുപോലെ എല്ലാം അങ്ങനെയാണ്. അതായത് 8ൻ്റെ ഗുണന പട്ടികയോട് 6ൻ്റെ ഗുണന പട്ടിക കൂട്ടിയാലാണ് നമുക്ക് 14ൻ്റെ ഗുണന പട്ടിക കിട്ടുക. അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളെടുത്ത് തന്നത് 9ൻ്റെ ഗുണന പട്ടികയും 5ൻ്റെ ഗുണന പട്ടികയാണ്. ഇവിടെ താഴെ പാറ്റേൺ കംപ്ലീറ്റ് ആക്കാണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കുകയാണ് ഈ 2 ടേബിളും
14ൻ്റെ ടേബിളുമായിട്ടുള്ള ബന്ധം എന്താണ്? നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. 9ൻ്റെ ടേബിളിനോട് 5ൻ്റെ ടേബിൾ കൂട്ടിയാൽ നമുക്ക് 14ൻ്റെ ടേബിൾ കിട്ടും. അതായത് 1 ഗുണിക്കണം 9 എന്നുള്ള ആ 9നോട് 1 ഗുണിക്കണം 5 എന്നുള്ള 5ഉം കൂട്ടിയാൽ നമുക്ക് 14 എന്നാണ് കിട്ടുക. അങ്ങനെ നിങ്ങൾ ഓരോന്നിൻ്റെയും നോക്കുക, നിങ്ങൾക്ക് ഇത് രണ്ടും കൂട്ടിയാലായിരിക്കും 14ൻ്റെ ഗുണനപ്പട്ടിക കിട്ടുന്നത്. ഇവിടെ കുട്ടികൾ സ്കൂൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് തന്നിക്കണ്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അതിനാദ്യം ഇവിടെ നിങ്ങൾക്ക് പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഓരോ സാധനത്തിൻ്റെയും പ്രൈസ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. പെൻസിൽ ഷാർപ്പ്നറിന് 1 രൂപയാണ്, എറേസറിന് 2, പെൻസിലിന് 3, സ്കെയിൽ 12, നോട്ട്ബുക്ക് 15, പെന്ന് 6, ബ്രഷ് 7, പെൻസിൽ ബോക്സിന് 25 രൂപ, സിക്സേഴ്സിന് 30 രൂപ. ഇത്രയും പൈസയാണ് അവിടെയുള്ള സാധനങ്ങൾക്കുള്ളത്. ഇനി നമ്മൾക്ക് ആ ബില്ലൊന്ന് നോക്കാം. ആദ്യത്തെ ഐറ്റം എന്താ വാങ്ങിയത്? അവരാദ്യം വാങ്ങിയത് ഒരു പെൻസിൽ ബോക്സ് ആണ്. എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? 2. നമ്പറിൻ്റെ ചുവടെ എത്രയുണ്ട്? 2 എന്നുണ്ട്. സോ അവർ 2 പെൻസിൽ ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഓരോ പെൻസിൽ ബോക്സിനും എത്രയായിരുന്നു പൈസ? 25 രൂപയായിരുന്നു. ടോട്ടൽ എത്ര വരും? ഒരു പെൻസിൽ ബോക്സിനാണ് 25 രൂപ. അപ്പോൾ 2 പെൻസിൽ ബോക്സിനോ 25 ഗുണിക്കണം 2 എത്ര കിട്ടും? 50 എന്ന് കിട്ടും. സോ ഇവിടെ ടോട്ടൽ പെൻസിൽ ബോക്സിന് പൈസ വരുന്നത് 50 ആണ്. സോ അവിടെ ടോട്ടലിൻ്റെ കോളത്തിൽ എഴുതി കൊടുത്തേ. അടുത്തത് എന്താ വാങ്ങിച്ചേ? സ്കെയില്. എത്ര സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്? 4 സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്. സ്കെയിലിന് എത്രയായിരുന്നു രൂപ? ഓരോ സ്കെയിലിനും 12 രൂപയാണ്. 12 രൂപയുടെ 4 സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ 12 ഗുണിക്കണം 4 എന്ന് ചെയ്യുക. എത്ര കിട്ടും ഉത്തരം? 48 എന്ന് കിട്ടും. നിങ്ങൾ അവിടെ എഴുതുക. രണ്ടാമത്തെ ബില്ല് നോക്കിക്കേ. പെൻസിലുണ്ട്, ബ്രഷുണ്ട്. പെൻസിൽ എത്ര എണ്ണമാണെന്ന് അവിടെ തന്നിട്ടില്ല. പെൻസിലിൻ്റെ പ്രൈസ് 3 ആണ് വരുന്നത്. ടോട്ടലും നമ്മൾ കാണണം. ബ്രഷും എത്ര എണ്ണമാണെന്ന് തന്നിട്ടില്ല. പ്രൈസ് അവിടെ 7 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടലും നമ്മൾ കാണണം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് 35 കിട്ടാൻ പറ്റുള്ളൂ. സോ നമുക്ക് ചെയ്യാം. നമുക്ക് പെൻസിൽ 7 എണ്ണം വാങ്ങി എഴുതാം. 7 എണ്ണം വാങ്ങിയാൽ പ്രൈസ് 3 ആണ് വരുന്നത്. ടോട്ടൽ കിട്ടാൻ 7 ഗുണിക്കണം 3 21 എന്ന് കിട്ടും. ഇനി ബ്രഷ് 2 എണ്ണം വാങ്ങി, നമ്പറിൽ 2 എന്ന് എഴുതാം. 2 ഗുണിക്കണം 7 14 ആണ്. സോ അവിടെ 2 ഗുണിക്കണം 7 14 എന്ന് ടോട്ടൽ കോളത്തിൽ എഴുതുക. ഈ 14ഉം 21ഉം കൂട്ടി നോക്കിക്കേ. നമുക്ക് ടോട്ടൽ റുപ്പീസ് 35 അല്ലേ കിട്ടുന്നത് എന്ന്. ഇനി അടുത്ത ബില്ല് നോക്കിക്കേ. നോട്ട്ബുക്കാണ്. നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എത്രയാണ്? 15 രൂപയാണ് ഉള്ളത്. എത്ര എണ്ണം വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ കോളും ഫില്ലാക്കണം. പിന്നെ പെൻസിൽ 3 രൂപയാണ് വരുന്നത്. നമ്മൾ നമ്പർ കണ്ടുപിടിക്കണം, ടോട്ടൽ കണ്ടുപിടിക്കണം. ഇത് രണ്ടിൻ്റെയും ടോട്ടൽ 90 റുപ്പീസേ വരാൻ പറ്റുള്ളൂ. സോ നമുക്ക് നോക്കാം. 4 നോട്ട്ബുക്ക് വാങ്ങിയെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 4 ഗുണിക്കണം 15 60 കിട്ടും. പിന്നെ പെൻസിൽ 10 എണ്ണം വാങ്ങിയെന്ന് എഴുതാം. 10 ഗുണിക്കണം 3 30 എന്നും കിട്ടും. 30ഉം 60ഉം കൂട്ടിയാൽ 90 അല്ലേ? സോ നമുക്ക് ടോട്ടൽ 90 കിട്ടണം എന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ കിട്ടി. ഇനി ഈ രീതിയിൽ തന്നെ എഴുതിയാലും ശരിയാണെന്നല്ല, നമുക്ക് ടോട്ടൽ 90 കിട്ടുന്ന വേറെ രീതിയിൽ എഴുതിയാലും ശരിയാണ്. ഉദാഹരണത്തിന് 2 നോട്ട്ബുക്ക് വാങ്ങി. അപ്പോൾ എത്ര വരും? 2 ഗുണിക്കണം 15 30 എന്ന് വരും. പിന്നെ 20 പെൻസിൽ വാങ്ങി എഴുതുക. അതായത് 20 ഗുണിക്കണം 3 60 എന്ന് വരും. 60ഉം 30ഉം കൂട്ടിയാലും 90 അല്ലേ? സോ ഇങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ കാണുക. ഇനി ഇതിൻ്റെ ബാലൻസ് പോർഷനും പാർട്ട് 4 ആയിട്ട് നമ്മൾ അപ്ലോഡ് ആക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.